പാകിസ്ഥാനിൽ ടെസ്റ്റ് പരമ്പരയിൽ തറവറ്റിച്ച ബംഗ്ലാദേശ് ഇന്ത്യൻ മണ്ണിലെത്തിയിരിക്കുകയാണ്. ടെസ്റ്റ് T20 പരമ്പരകൾക്കായി കഴിഞ്ഞ ഞായറാഴ്ച ബംഗ്ലാ കടുവകൾ ചെന്നൈയിലിറങ്ങി. സെപ്റ്റംബർ 19 ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ആദ്യ ടെസ്റ്റ് അരങ്ങേറും. ബംഗ്ലാദേശ് ഇപ്പോൾ ക്രിക്കറ്റിൽ ഒരു ചെറുമീനല്ല. പാകിസ്ഥാനെതിരായ ചരിത്ര വിജയത്തിന് ശേഷം ഇന്ത്യയും കീഴടക്കി ഒരു കാലത്ത് അസാധ്യമെന്ന് കരുതിയ ദക്ഷിണേന്ത്യൻ ഡബിളാണ് ബംഗ്ലാദേശിന്റെ ലക്ഷ്യം. ബംഗ്ലാദേശ് ഏറ്റവും മികച്ച ഫോമിലാണെന്നതിന് അവരുടെ സമീപകാല പ്രകടനങ്ങൾ തന്നെയാണ് തെളിവ്. കഴിഞ്ഞ പാക് പരമ്പരയിൽ ക്യാപ്റ്റൻ നജ്മുൽ ഹുസൈൻ ഷാൻഡോ ഉൾപ്പെടെ 6-ൽ 4 ബാറ്റർമാരും ഉജ്ജ്വല ഫോമിലായിരുന്നു. സ്പിൻ ബൗളർമാരും വിജയത്തിൽ നിർണായകമായി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ പരമ്പര ജയിക്കുന്നത്. ഇന്ത്യക്കെതിരെയും ചരിത്രം കുറിക്കുമെന്നാണ് ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ബംഗ്ലാദേശിന്റെ പ്രഖ്യാപനം. പരമ്പര ഇന്ത്യക്ക് കിട്ടില്ലെന്ന് പലരും ഇതിനോടകം പ്രവചിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സന്ദർശകരെ ചെറുതായി കാണാൻ രോഹിത് ശർമ്മയും സംഘവും തയ്യാറുമല്ല. ഇന്ത്യയുടെ പുതിയ ഹെഡ് കോച്ച് ഗൗതം ഗംഭീറിനും ആദ്യ ടെസ്റ്റ് പരമ്പര യഥാർത്ഥ പരീക്ഷണമാണ്. 10 മത്സരങ്ങൾ അടങ്ങുന്ന നീണ്ട ടെസ്റ്റ് സീസൺ ഉജ്ജ്വല വിജയത്തോടെ തുടങ്ങാനാണ് ഗംഭീർ ആഗ്രഹിക്കുന്നത്. ഗംഭീർ ഒരുക്കി വെച്ച തന്ത്രങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകരും. 2022 ഡിസംബറിൽ സ്വന്തം തട്ടകത്തിൽ നടന്ന 2 മത്സരങ്ങളുടെ പരമ്പരയിലെ 2ാം മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്ത്യയെ ഞെട്ടിച്ചിരുന്നു എന്നതും ഓർമ്മിക്കേണ്ടതാണ്. ഷാക്കിബ് അൽ ഹസൻ, മെഹിദി ഹസൻ മിറാസ്, തൈജുൽ ഇസ്ലാം എന്നിങ്ങനെ 3 ശക്തരായ സ്ലോ ബൗളിംഗ് നിരയാണ് ഇന്ത്യക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാവുക. ഇവരെ എങ്ങനെ നേരിടുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇന്ത്യയുടെ സാധ്യതകൾ. പ്ലേയിങ് 11 സംബന്ധിച്ച് ഇന്ത്യയുടെ പ്രധാന ആശങ്ക ബൗളിംഗ് കോമ്പിനേഷനാണ്. പേസർമാരെ സഹായിക്കുന്ന ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഒരുക്കങ്ങൾ കണക്കിലെടുത്ത് ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിലെ പിച്ചും ഫാസ്റ്റ് ബൗളിങ്ങിന് മേൽക്കൈ ലഭിക്കും വിധമാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ബൗളിംഗിൽ ഇന്ത്യക്ക് 3-2 കോമ്പിനേഷൻ ആയിരിക്കും സ്വീകരിക്കുക. ഈ മാസം ആദ്യം നടന്ന ദുലീപ് ട്രോഫിയിൽ 9 വിക്കറ്റ് നേട്ടം കൈവരിച്ച ആകാശ് ദീപ് 3ാം സീമറായി തിരഞ്ഞെടുക്കപ്പെട്ടേക്കും. ഈ വർഷം ആദ്യം ഇംഗ്ലണ്ടിനെതിരെ റാഞ്ചിയിൽ നടന്ന ടെസ്റ്റ് അരങ്ങേറ്റത്തിൽ ആകാശ് തിളങ്ങിയിരുന്നു. ബംഗ്ലാദേശിനെ അവസാനം നേരിട്ടപ്പോൾ സ്പിന്നർമാർ 5 വിക്കറ്റ് മാത്രമാണ് വീഴ്ത്തിയത്. രവീന്ദ്ര ജഡേജ 2 മത്സരങ്ങളിൽ നിന്ന് 19 ഓവർ മാത്രമാണ് എറിഞ്ഞിട്ടുള്ളത്. എന്നാൽ അശ്വിൻ, ജഡേജ, കുൽദീപ് യാദവ് എന്നിങ്ങനെ 3 സ്പിന്നർമാരെയും ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് എന്നീ പേസർമാരെയും ഇറക്കാനാണ് ടീം ഇന്ത്യയുടെ തീരുമാനമെന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇതോടെ T20 ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയുടെ ഹീറോയാവുകയും ഈ മാസം ആദ്യം നടന്ന ദുലീപ് ട്രോഫിയിൽ മികച്ച ഓൾറൗണ്ട് പ്രകടനം പുറത്തെടുക്കുകയും ചെയ്ത അക്സർ പട്ടേലിന് പുറത്തിരിക്കേണ്ടി വരും. ഇംഗ്ലണ്ടിനെതിരെ റാഞ്ചിയിൽ നടന്ന മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് നേടി അരങ്ങേറ്റം ഗംഭീരമാക്കിയ ധ്രുവ് ജുറലിനും പ്ലേയിങ് 11-ൽ സ്ഥാനമുണ്ടാവില്ലെന്നാണ് റിപ്പോർട്ട്. 2022 ഡിസംബറിൽ വാഹനാപകടത്തെ തുടർന്ന് ക്രിക്കറ്റിൽ നിന്ന് വിട്ടുനിന്ന ശേഷം ടെസ്റ്റിലേക്ക് തിരിച്ചുവരുന്ന മികച്ച ഫോമിലുള്ള ഋഷഭ് പന്തിനെ 1ാം വിക്കറ്റ് കീപ്പർ ആക്കുന്നതോടെ ജൂറൽ റിസർവ് താരമായി മാറും. ഇന്ത്യക്ക് വേണ്ടി യശസ്വി ജയ്സാലിനൊപ്പം രോഹിത് ഓപ്പൺ ചെയ്യും. ടോപ്പ് ഓർഡറിൽ ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി എന്നിവരും ഉണ്ടാകും. ദുലീപ് ട്രോഫിയിൽ ഇതുവരെ കളിച്ച 2 മത്സരങ്ങളിലും പോരാട്ടത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ച സർഫ്രാസ് ഖാനേക്കാൾ അനുഭവ പരിചയം കണക്കിലെടുത്ത് 5ാം നമ്പറിൽ KL രാഹുലിനെ തിരഞ്ഞെടുക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. സെപ്റ്റംബർ 19 രാവിലെ 9:30 മത്സരം ആരംഭിക്കും. ടെസ്റ്റ് പരമ്പരയുടെ തത്സമയ സംപ്രേഷണം സ്പോർട്സ് 18-ൽ ലഭ്യമാകും. ജിയോ സിനിമ ആപ്പിലും വെബ്സൈറ്റിലും തത്സമയ സ്ട്രീമിംഗ് നൽകുന്നുണ്ട്.